നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു മഗ് കേക്കാണ്. മഗ്ഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നേക്കാളും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ആകെ ഒരു പാത്രം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ ഇതൊരു സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ സബ്സ്ക്രൈബിന് ഇതോടൊത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കണും കൂടി കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ അല്ലേ സെലക്ട് ആക്കി എടുക്കണേന്നും കൂടി ഒന്ന് നോക്കണേ. പിന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് മൈദ ഉപയോഗിച്ചിട്ടല്ല, ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയായിട്ട് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം. ഗോതമ്പ് പൊടിക്കും മൈദയ്ക്കും രണ്ടിനും 2 ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ മൈദ ഇഷ്ടമുള്ളവർക്ക് മൈദ എടുക്കാം. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആകെ ഒരു പാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അത് നമ്മൾ ഈ ചായയും കോഫിയൊക്കെ കുടിക്കുന്ന ഇതുപോലത്തെ ഒരു മഗ്ഗാണ്. ഇതുപോലത്തെ ഒരു മഗ്ഗ് എടുക്കുക. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ എടുക്കാം. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ചേർക്കാം. ഇത് ആവശ്യത്തിനൊക്കെ മധുരം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്കത് അലിയിപ്പിച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല. നമ്മൾ ഇതിൽ തന്നെയാണല്ലോ മിക്സൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഇത് യോജിക്കുന്ന രീതിയിൽ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലായിരിക്കും നമുക്ക് ഇരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ അടിയിലായാലും മുകളിലായാലും ഒരേപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ട് തന്നെ ഇരിക്കണം. ഈ സമയത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കറിലാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുക്കറിൽ കുറച്ച് ഉപ്പും പിന്നെ ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മിക്സ് ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പിന്നീട് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നോക്കിയിട്ട് ആ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് മൊത്തത്തിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഈ ബാറ്റർ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ഇതിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ചോക്ലേറ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വേണമെന്ന് വെച്ചാൽ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ബേക്കായി വന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചോക്കോലാവൊക്കെ കഴിക്കില്ല, അതുപോലെ ഈ ചോക്ലേറ്റ് മെൽറ്റായിട്ട് അത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി പ്രീ ഹീറ്റ് ആയി കിടക്കുന്ന ഈ കുക്കറിലോട്ട് ഈ മഗ്ഗ് നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഉപ്പിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും നല്ല അടിക്കട്ടിയുള്ള പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേറ്റോ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ മഗ്ഗ് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കുക.
അപ്പം അങ്ങനെ ഒരു 17 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഇട്ടിട്ടുള്ള ചോക്ലേറ്റ് ഇല്ലേ, അത് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ അതല്ലാത്ത ഭാഗത്ത് വേണം നമ്മൾ കുത്തി നോക്കാൻ. അപ്പോൾ കുത്തി നോക്കുമ്പോൾ ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ അങ്ങനെ അതില്ലാണ്ട് പല ഭാഗത്തും കുത്തി നോക്കിയപ്പോൾ അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മൾ മഗ്ഗിലാണ് ചെയ്തെടുത്തെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് റെഡി ആയിട്ട് കിട്ടാൻ എനിക്കിപ്പോൾ സമയമാവില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ എടുക്കണ ഫ്ലെയിമിനും പിന്നെ പാത്രത്തിനൊക്കെ അനുസരിച്ചിട്ട് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു 12 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു 2-3 അല്ലെങ്കിൽ 5 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് വേവിക്കുക. എന്നിട്ട് വീണ്ടും തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ചിലപ്പോൾ 15 മിനിറ്റൊക്കെ ചിലപ്പോൾ വേണ്ടി വരുള്ളൂ, ചിലപ്പോൾ എന്നെക്കാളും കുറച്ച് 2 മിനിറ്റ് കൂടുതൽ എടുക്കാം. ഇത് കൂടുതൽ സമയം വെച്ചാൽ, അതായത് കൂടുതൽ ഇത് വെന്ത് പുറമേയൊക്കെ ഇങ്ങനെ മൊരിഞ്ഞു പോയാൽ എന്താണ്ടാവും വെച്ചാൽ ഇതുപോലെ കണ്ടില്ല ഇങ്ങനെ മെൽറ്റായിട്ട് ചോക്ലേറ്റ് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇട്ട ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റൊന്നായി ഇങ്ങനെ ഇരിക്കില്ല, അത് നന്നായിട്ട് ഉറച്ചു പോയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് കറക്റ്റ് വേവാകുമ്പോൾ എടുക്കാൻ നോക്കുക. ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ പലരും ഇഷ്ടമായ റെസിപ്പികളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.